ആങ്ങള ചെത്താലും കുഴപ്പമില്ല, നാത്തൂന്റെ കണ്ണീര് കണ്ടാൽ മതി. ആം ആദ്മി പാർട്ടിക്കെതിരെ നിലപാട് കടുപ്പിച്ച കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും സഖ്യത്തിനില്ല. ഒരു കാലത്ത് ദില്ലി ഭരിച്ചിരുന്ന കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുടെ വരവോടെയാണ് ചിത്രത്തിൽ നിന്നും മാഞ്ഞു തുടങ്ങിയത്. ഭരണം കൈവിട്ടതോടെ ദില്ലിയിൽ കാലിടറിയ കോൺഗ്രസിനെ കടത്തിവെട്ടി BJP മുന്നോട്ട് വന്നപ്പോൾ ആം ആദ്മിയുടെ തണലിലേക്ക് കോൺഗ്രസ് മാറിയ ഒരു കാലമുണ്ടായിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേടിയ മുൻതൂക്കം കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. അതിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് കാര്യങ്ങൾ നീക്കുന്നത്. ഇപ്പോൾ ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയുമായി യാതൊരു ബന്ധത്തിനും ഇല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന നിലയിലുള്ള ബന്ധം പോലും ആം ആദ്മിയുമായി വേണ്ടെന്ന നിലപാട്. ദേശീയ തലത്തിൽ ഇപ്പോഴും ഒറ്റയ്ക്ക് നിന്നാൽ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമായ കോൺഗ്രസ് സ്വീകരിക്കുന്നത് നല്ലതാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും AAPയുമായി സഖ്യമില്ല എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ പറഞ്ഞിരിക്കുന്നത്. 10 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് രാഹുലിനെയും പ്രിയങ്കയും ഇറക്കി കോൺഗ്രസ് പ്രചാരണം ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മാത്രം ശേഷിക്കെ AAP കോൺഗ്രസ് പോലെ കടുക്കുകയാണ്. ദില്ലി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾ കൂട്ടത്തോടെ AAPക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് കോൺഗ്രസിന് വലിയ ക്ഷീണമായിരുന്നു. TMC, SP, RJD പാർട്ടികളാണ് AAPക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ഇന്നലെ ബീഹാറിലെത്തി രാഹുൽ ലാലു പ്രസാദ് യാദവിനെ അടക്കം കണ്ടിരുന്നു. ഇതിനുശേഷവും AAPയോടുള്ള നിലപാടിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് കോൺഗ്രസ് നിലപാട്. ദില്ലിയിൽ വിജയപ്രതീക്ഷയുള്ള 10 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചാരണം സജീവമാക്കുകയാണ് കോൺഗ്രസ് തീരുമാനം. റിപ്പബ്ലിക് ദിനത്തിന് ശേഷം രാഹുൽ ഗാന്ധി ഈ മണ്ഡലങ്ങളിൽ പദയാത്ര നടത്തും. പ്രിയങ്ക ഗാന്ധിയും യാത്രയിൽ അണിചേരും. കോൺഗ്രസ് BJPയാണ് സഹായിക്കുന്നതെന്നാണ് AAP വിമർശനം. എന്നാൽ AAP ആണ് ദില്ലിയിൽ ആദ്യം സഖ്യമില്ലെന്ന് പ്രഖ്യാപിച്ചതെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. അതേസമയം ന്യൂദില്ലി മണ്ഡലത്തിൽ പ്രചാരണത്തിനിടെ കെജ്രിവാളിനെ BJP പ്രവർത്തകർ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന പ്രചാരണം ശക്തമാക്കുകയാണ് AAP. കെജ്രിവാളിന്റെ കാറിനെതിരെ കല്ലേറ് നടന്നതായി AAP പരാതിപ്പെട്ടു. എന്നാൽ കെജ്രിവാളിന്റെ വാഹനം 2 യുവാക്കളെ ഇടിച്ചു തെറിപ്പിച്ചുവെന്നാണ് BJP പ്രതികരിച്ചത്. ദില്ലിയിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്.